ബിഗ് ബോസിൽ നല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്ത സാധനമാണ് ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞത്. അതിപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ശരിക്കും പറയുന്നത് ബിഗ് ബോസ് മനഃപൂർവ്വം കൊടുത്തതാണ്. അത് എല്ലാവരോടും നെഗറ്റീവ്സും പോസിറ്റീവും പറയാൻ, അതിൽ നെഗറ്റീവ് മാത്രം എടുത്തിട്ട് അത് എന്താണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യുക ബിഗ് ബോസിൻ്റെ സെഗ്മെൻറ്റ്. അതിപ്പോൾ ബിഗ് ബോസ് കൊടുത്തോണ്ടല്ലേ അവർ പറഞ്ഞത്, അല്ലാണ്ട് അവർ പറഞ്ഞത് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിന് കുറ്റം പറയല്ലല്ലോ അല്ലേ. അതിൽ ജിസേൽ പറഞ്ഞത് എനിക്കിഷ്ടമായി. ബിഗ് ബോസ് ഇൻസെൻസിറ്റീവ് ആണ്. ബിഗ് ബോസ് തന്ന കാര്യം തന്നെ ബിഗ് ബോസ് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും ബിഗ് ബോസിന് വേണ്ട, നമ്മൾ നെഗറ്റീവ് കാര്യം പറഞ്ഞാൽ ബിഗ് ബോസ് അത് മനസ്സിലെടുത്തു എന്നൊക്കെ ജിസേൽ പറഞ്ഞു. പിന്നെ ഇന്നലെ ഒരു കേക്ക് കൊടുത്തു വിട്ടു. ആ കേക്ക് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ എല്ലാവരും കൂടി അതിനകത്ത് ചാടി വീഴുക. അത് കൊടുത്ത് തന്നെ മറ്റേ നമ്മുടെ മട്ടൺ കേസും അലുവ കേസും ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇതിൽ എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, അനുമോൾ എപ്പോഴും എല്ലാം ഞാൻ തന്നെ ചെയ്യാം, ഞാൻ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം, ഞാൻ ഇത് ചെയ്യാം, ഞാൻ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യാണ്, ഇങ്ങനെ സ്വന്തമായി ഇത് പറഞ്ഞ് ഇങ്ങനെ ഒരുമാതിരി അനുമോൾക്ക് മാത്രമേ എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹമുള്ളൂ, ബാക്കി എല്ലാവർക്കും അങ്ങനത്തെ ഒരു വരുത്തി തീർക്കലാണ് അനുമോൾ ചെയ്യണത്. കാരണം അനുമോൾ തന്നെ ഹൽവയുടെ ഒരു വലിയ കഷ്ണം എടുത്തിട്ട് അനുമോൾ മാറ്റി വയ്ക്കും, കേക്കിൻ്റെ കഷ്ണം എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് മാറ്റി വെച്ച് നമ്മൾ ചോദിച്ചാൽ എന്താ പറയുക, ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടി കൊടുക്കാനെടുത്തത്, അത് എല്ലാവർക്കും ആ സമയത്ത് കൊടുത്താൽ പോരെ. ഇപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ഇത് നിങ്ങൾ എന്തിനാ ഇതെല്ലാം ഏറ്റെടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പീസ് എടുത്തിട്ട് നിങ്ങളുടെ കാര്യം നോക്കി ബാക്കി. അപ്പോൾ ഒരു ഇല്ലില്ല ലാലേട്ടൻ അത് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്തിനാ അതിൻ്റെ എന്താ നമ്മുടെ തലയിൽ എടുത്ത് വെക്കണത്, നിങ്ങൾ നിങ്ങളുടെ പീസ് എടുത്തിട്ട് നിങ്ങളുടെ കാര്യം നോക്കൂ, ബാക്കി എല്ലാവരും എങ്ങനെയാ വെച്ചാൽ അവരെടുത്തോട്ടെ. ഏതായാലും അനുമോൾക്ക് നല്ലൊരു ബുദ്ധി ഉപദേശിച്ച് കൊടുത്തു ലാലേട്ടൻ. അതിപ്പോൾ അനുമോൾ എടുക്കോ ഇല്ലയോ എന്ന് കണ്ടറിയാം. പിന്നെ ഇന്നലെ എവിക്ഷൻ നല്ല വ്യത്യസ്തമായ എവിക്ഷനായിരുന്നു. അതായത് വീഡിയോ ഇങ്ങനെ മാറി ഫോട്ടോസ് എടുത്തിട്ട് 4 പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ ആരായിരിക്കും സേവ് എന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു വീഡിയോ. അപ്പോൾ അതിൽ ഇന്നലെ ഒന്നിയിലാണ് എവിക്റ്റായത്. കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു ആക്ച്വലി. സാബുമാനൊക്കെ പോലത്തെ ആൾക്കാർ അവിടെ ഇരിക്കുമ്പോഴും ഒന്നിൽ ഔട്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഇപ്പോൾ എന്താണ് ആലോചിക്കണമെന്നറിയില്ല. ഏതായാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഒനിയിൽ. കുറച്ചും കൂടി മുമ്പോട്ട് പോകണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഒനിയിൽ ഈ പ്രാവശ്യം വ്യത്യസ്തമായിട്ട് വീടിൻ്റെ അകത്ത് തന്നെ ഒരു വീഡിയോ ഇട്ട് കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇമോഷണലായി, എല്ലാവരും ഭയങ്കരമായിട്ട് കരച്ചിലും കാര്യങ്ങളും എല്ലാം. പിന്നെ ഒന്നിൽ എല്ലാവരെയും കിസ്സൊക്കെ ചെയ്ത് യാത്ര പറഞ്ഞു പോയി. ഏറ്റവും നന്നായിട്ട് തോന്നിയത് എനിക്ക് അതിലൂടെയൊക്കെ പറഞ്ഞു യു ഹാവ് എ ബ്രദർ ഫോർ ലൈഫ് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു അതൊക്കെ. ഏതായാലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ നാളത്തെ എവിക്ഷനിൽ ആരൊക്കെ പോകുന്നത് നമുക്ക് കണ്ടറിയാം.